ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ കാണുന്നത്. കുറച്ച് തിരക്കായിപ്പോയി, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോയുടെ അത്ര വൈകിയത്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായ ബുദ്ധിമുട്ടിന് ഞാൻ സോറി പറയുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു പുതിയ ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. പിന്നെ ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഇലക്ട്രോ കാർഡിയോഗ്രാമാണ്. ഞാൻ വീണ്ടും ഹ്യൂമൻ ഫിസിയോളജി ടോപ്പിക്കുകളിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇലക്ട്രോ കാർഡിയോഗ്രാം ആയിരിക്കും. അപ്പോൾ ഈ ഒരു സെനാരിയോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും. അതായത് ഒട്ടുമിക്ക എല്ലാ സീരിയലുകളാണെങ്കിലും സിനിമകളാണെങ്കിലും ഒരു ഹോസ്പിറ്റൽ സീൻ എന്തായാലും ഉണ്ടാവും. അതായത് ഒരു വയ്യാത്ത ആള് നെഞ്ചുവേദന വന്ന് വീഴുന്നു, എന്തെങ്കിലും കാരണം കുടുംബ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ കൊണ്ട് നെഞ്ചുവേദന വന്ന് വീഴുന്നു. സീരിയലിലൊക്കെ സ്ഥിരമുള്ളതാണ്. അപ്പം എന്നിട്ട് ഇവരെല്ലാവരും എന്ത് ചെയ്യുന്നു, ആശുപത്രി കൊണ്ടുപോകുന്നു. ആശുപത്രി കൊണ്ടുപോയി കഴിഞ്ഞാൽ നെഞ്ചത്തും കാലുമയും കൈമയൊക്കെ ആയിട്ട് കുറേ വയറുകളൊക്കെ പിടിപ്പിച്ചുകൊണ്ട് ഒരു മെഷീനിലേക്ക് ഇങ്ങനെ ഘടിപ്പിക്കും. ആ മെഷീനിലാണെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, ഒരു ഇതുപോലെ പൾസേഷൻസ് പോലെ ഇങ്ങനെ ഒരു ഗ്രാഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. കുറേ കഴിയുമ്പോൾ അവരിങ്ങനെ എന്താ പറയുക, സ്ട്രെയിറ്റ് ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് എല്ലാവരും കൂടി ഓടി വരുന്നു അല്ലേ, അവർക്ക് ചെസ്റ്റ് കംപ്രഷൻസ് കൊടുക്കുന്നു. അവസാനം ഡോക്ടർ വന്ന് തലകുനിച്ച് പറയുന്നു പോയി. അപ്പോൾ ഈ സീനൊക്കെ നമ്മൾ സ്ഥിരം കണ്ടിട്ടുള്ളതായിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ കാണുന്ന ആ മെഷീൻ ആൻഡ് അതിൽ വരുന്ന ആ ഗ്രാഫ്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതാണ് ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എന്ന് പറയുന്നത്. ഇലക്ട്രോ കാർഡിയോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ടെക്നിക് ബൈ വിച്ച് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ദ ഹാർട്ട് ഈസ് സ്റ്റഡി. നമ്മുടെ ഹാർട്ടിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി അതിനെ റെക്കോർഡിക്കലായിട്ട് എടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഇലക്ട്രോ കാർഡിയോഗ്രഫി എന്ന് വിളിക്കും. ഇലക്ട്രോ കാർഡിയോഗ്രഫി എന്താണ്? ഇറ്റ്സ് എ ടെക്നിക് ബൈ വിച്ച് ദ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ദ ഹാർട്ട് ഈസ് സ്റ്റഡി. അപ്പോൾ നമുക്കറിയാം ഹാർട്ടിൽ എന്ത് ചെയ്യുന്നത്, നമ്മൾ കാർഡിയക് സൈക്കിൾ പഠിക്കും. അപ്പോൾ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അതായത് ഓരോ എക്സ് നോഡ്, എ വി നോഡ്, അതൊക്കെ വഴി ഇമ്പൾസ് ജനറേഷനും ഹാർട്ടിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കും. അപ്പോൾ ആ ഒരു സ്പ്രെഡ് ഓഫ് എക്സൈറ്റേഷൻ ത്രൂ ദ മയോകാർഡിയം, നമ്മുടെ ഹാർട്ട് മസിൽസ് വഴി ആ എസ് എ നോഡ്, എ വി നോഡിൽ നിന്നൊക്കെ വരുന്ന ആ എക്സൈറ്റേഷൻ സിഗ്നൽസ് പോകുന്ന സമയത്ത് അതെന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ലോ ഇന്റൻസിറ്റി ഇലക്ട്രിക്കൽ കറണ്ട് ഫ്ലോ ത്രൂ ദ ബോഡി വിച്ച് ആക്ട് ആസ് എ വോളിയം കണ്ടക്ടർ. നമ്മുടെ ബോഡി, അപ്പോൾ ഈ ഒരു എസ് എ നോഡ് അല്ലെങ്കിൽ എ വി നോഡിൽ നിന്നും ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ മയോകാർഡിയത്തിൽ എന്തുണ്ടാക്കുന്നുണ്ട്, ഒരു ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഉണ്ടാക്കുന്നുണ്ട്. ആ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി നമ്മുടെ ബോഡി ഒരു ഹോൾ കണ്ടക്ടറായിട്ട് ആക്ട് ചെയ്തുകൊണ്ട് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബോഡി വഴി സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കറണ്ട് ട്രാപ്ഡ് ഫ്രം ദ സർഫേസ് ഓഫ് ദ ബോഡി യൂസിങ് സ്യൂട്ടബിൾ ഇലക്ട്രോഡ്സ്. നമ്മൾ സ്യൂട്ടബിൾ ഇലക്ട്രോഡ്സ്, അതാണ് നമ്മൾ പറഞ്ഞത്, കുറേ വള്ളികൾ കണ്ടിട്ടുണ്ടോ അതിലൊക്കെ അല്ലേ. അപ്പോൾ ആ കുറേ വയറുകൾ ഉപയോഗിച്ച്, അതെന്താണ്, ഇലക്ട്രോഡുകളാണ്. അപ്പോൾ കുറേ സ്യൂട്ടബിൾ ഇലക്ട്രോഡ്സ് യൂസ് ചെയ്തുകൊണ്ട് ചില സ്പെസിഫിക് പ്ലേസസിലുള്ള ഇലക്ട്രോഡ്സിന്റെ പ്ലേസ്മെന്റ്സ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കറണ്ടിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാപ്പ് ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും പറ്റും. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഇലക്ട്രോ കാർഡിയോഗ്രാഫ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഇലക്ട്രോ കാർഡിയോഗ്രഫി എന്ന് പറഞ്ഞാൽ, ഇലക്ട്രോ കാർഡിയോഗ്രഫി ഇസ് എ ടെക്നിക് ബൈ വിച്ച് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ദ ഹാർട്ട് ഈസ് സ്റ്റഡി. ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ദ ഹാർട്ടിനെ സ്റ്റഡി ചെയ്യുന്ന പ്രോസസ്സാണ് ഇലക്ട്രോ കാർഡിയോഗ്രാം അല്ലെങ്കിൽ ഇലക്ട്രോ കാർഡിയോഗ്രഫി എന്ന് പറയുന്നത്. ദ സ്പ്രെഡ് ഓഫ് എക്സൈറ്റേഷൻ ത്രൂ ദ മയോകാർഡിയം പ്രൊഡ്യൂസസ് എൻ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ. ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹാർട്ട് വഴി ഇമ്പൾസസ് സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് അത് ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദിസ് ലോ ഇന്റൻസിറ്റി കറന്റ് ഫ്ലോ ത്രൂ ദ ഹോൾ ബോഡി വിച്ച് ആക്ട് ആസ് എ വോളിയം കണ്ടക്ടർ. ഈ ഉണ്ടാകുന്ന ഇലക്ട്രിക്കൽ കറണ്ട് എന്ന് പറയുന്നത്, ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ ഹോൾ ബോഡി വഴി എന്ത് ചെയ്യുന്നുണ്ട്, പാസ് ചെയ്യുന്നുണ്ട്. എന്ത്, വിച്ച് ആക്ട് ആസ് എ വോളിയം കണ്ടക്ടർ. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്യൂട്ടബിൾ ഇലക്ട്രോഡ്സ് വെച്ച് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഇലക്ട്രോ കാർഡിയോഗ്രാം. ആ ഒരു റെക്കോർഡിക്കൽ ഡാറ്റയെ നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രോ കാർഡിയോഗ്രാം. ഓക്കെ, അപ്പോൾ ഇലക്ട്രോ കാർഡിയോഗ്രഫി ഇസ് എ ടെക്നിക് ബൈ വിച്ച് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ദ ഹാർട്ട് ഈസ് സ്റ്റഡി. നമുക്കറിയാം, നമുക്ക് രണ്ട് ടേമുകളാണ് ഇതിൽ മെയിനായിട്ട്, കൺഫ്യൂസിങ് ടേമുകളുണ്ട്. ഒന്നാണ് ഇലക്ട്രോ കാർഡിയോഗ്രാമും അതുപോലെ തന്നെ ഇലക്ട്രോ കാർഡിയോഗ്രാഫും. അപ്പോൾ രണ്ടും ഇതുപോലെ തന്നെ, രണ്ടിൻ്റെയും ഷോർട്ട് ഫോം പറയുമ്പോൾ ECG എന്ന് തന്നെയാണ് പറയുക. അപ്പോൾ എന്താണ് ഇലക്ട്രോ കാർഡിയോഗ്രാമും എന്താണ് ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് എന്തെന്ന് പറയുന്നത്,
നമ്മുടെ ഗ്രാഫ് അല്ലെങ്കിൽ ആ പേപ്പർ ഉണ്ടല്ലോ, ഈ ഇതൊക്കെയുള്ള പൾസേഷൻസ് ഉള്ള പേപ്പർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇവിടെ വരുന്ന പൾസേഷൻസ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ പറയുന്ന റെക്കോർഡിക്കൽ ഡാറ്റേനെ നമ്മൾ പറയുന്ന പേരാണ്, ഈ ആ ഗ്രാഫിനെ പറയുന്ന പേരാണ് ഇലക്ട്രോ കാർഡിയോഗ്രാം. ആൻഡ് ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് ദ ഇൻസ്ട്രുമെന്റ് ഓർ ദ മെഷീൻ ദാറ്റ് ഈസ് യൂസ് ടു റെക്കോർഡ് ദിസ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി. ആ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി റെക്കോർഡ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെഷീനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എന്ന് പറയുന്നത്. ഇലക്ട്രോ കാർഡിയോഗ്രാം എന്താണ്? ഇറ്റ് ഈസ് ദ ഗ്രാഫ് അല്ലെങ്കിൽ ആ റെക്കോർഡ് അല്ലെങ്കിൽ ആ ഗ്രാഫിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് വിളിക്കും. ഇലക്ട്രോ കാർഡിയോഗ്രാം എന്താണ്? റെക്കോർഡ് അല്ലെങ്കിൽ ആ ഗ്രാഫാണ് ഇലക്ട്രോ കാർഡിയോഗ്രാം. ആൻഡ് ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഇൻസ്ട്രുമെന്റ് ഓർ ദ മെഷീൻ ദാറ്റ് ഈസ് യൂസ് ടു റെക്കോർഡ് ദ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി. ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി റെക്കോർഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെഷീനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് യൂസസ് ഓഫ് ഇ സി ജി വരുന്നത്? ഇ സി ജിക്ക് എന്തൊക്കെ യൂസ് വരുന്നുണ്ട്? ഒന്നാണ്, ഇ സി ജിയുടെ ഏറ്റവും വലിയ യൂസ് ആണ് ഹാർട്ട് റേറ്റ് മെഷർ ചെയ്യുക. നമ്മുടെ ഹാർട്ട് റേറ്റ് മെഷർ ചെയ്യുക, അതുപോലെ തന്നെ ഹാർട്ട് റിതം മെഷർ ചെയ്യുക, ഹാർട്ടിന്റെ റിതം മെഷർ ചെയ്യുക. അപ്പൊ ഹാർട്ട് റേറ്റും ഹാർട്ട് റിതവും മെഷർ ചെയ്യലാണെന്ത് മെയിൻ യൂസ് ഓഫ് ഇ സി ജി എന്ന് പറയുന്നത്. ആൻഡ് ഈസ് ഓൾസോ യൂസ്ഫുൾ ഇൻ ദ ഡയഗ്നോസിസ് ഓഫ് അബ്നോർമൽ ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ. എന്തെങ്കിലും അബ്നോർമൽ ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ, അതായത് എസ് എ നോഡിൽ എന്തെങ്കിലും മാൽഫോർമേഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ അത് ട്രാവൽ ചെയ്യുന്ന പർക്കിഞ്ചെ ഫൈബേഴ്സ് എ വി നോഡ് അതിലൊക്കെ എന്തെങ്കിലും മാൽഫോർമേഷൻസ് വരുന്നുണ്ടോ. അതുപോലെ തന്നെ പുവർ ബ്ലഡ് ഫ്ലോ ടു ദ ഹാർട്ട് മസിൽ, ഹാർട്ട് മസിലിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ, കൊറോണറി ആർട്ടറിയിലായിരുന്നു എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് ഹാർട്ട് മസിൽസിലേക്കുള്ള ബ്ലഡ് ഫ്ലോക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ, ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ടോ, ഇതൊക്കെ ഡയഗ്നോസ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? ഇ സി ജി യൂസ് ചെയ്യാൻ പറ്റും. യൂസസ് ഓഫ് ഇ സി ജി എന്താണ്? ഒന്നാണ് ഹാർട്ട് റേറ്റ്, പിന്നെ ഹാർട്ട് റിതം ഡിറ്റർമൈൻ ചെയ്യാൻ. എന്തുവേണ്ടി യൂസ് ചെയ്യുന്നത്? ഹാർട്ട് റേറ്റും ഹാർട്ട് റിതം ഡിറ്റർമൈൻ ചെയ്യാനും, പിന്നെ എന്തിനാണ്? അബ്നോർമൽ ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ, പുവർ ബ്ലഡ് ഫ്ലോ ടു ദ ഹാർട്ട് മസിൽ ആൻഡ് ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ടോ എന്നുള്ള ഡയഗ്നോസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഇ സി ജി യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ യൂസസ് ഓഫ് ഇ സി ജി വരെ പറഞ്ഞു നിർത്തി അല്ലേ? അപ്പൊ നമ്മൾ ഇ സി ജിയിലെ യൂസസ് എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞ? ഒന്ന് ഹാർട്ട് റേറ്റ് ആൻഡ് ഹാർട്ട് റിതം ഡിറ്റർമൈൻ ചെയ്യാനായിട്ട്, പിന്നെ എന്താണ്? ഹാർട്ടിന് എന്തെങ്കിലും അബ്നോർമൽ ഇലക്ട്രിക്കൽ കണ്ടക്ഷൻസ് വരുന്നുണ്ടോ, പുവർ ബ്ലഡ് ഫ്ലോ വരുന്നുണ്ടോ, അതുപോലെ തന്നെ എന്താണ് ഹാർട്ട് അറ്റാക്ക് എന്തെങ്കിലും വരുന്നുണ്ടോ എന്നുള്ള ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? ഇ സി ജി യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് എന്തൊക്കെയാണ് പാർട്സ് വരുന്നത്, ഇ സി ജി മെഷീനിൽ എന്തൊക്കെ പാർട്സ് വരുന്നുണ്ട് എന്നുള്ളത് നോക്കാം. അപ്പൊ പാർട്സിൽ മെയിൻ ആയിട്ടും വരുന്നതാണ് ഒന്ന് ഇ സി ജി പേപ്പർ എന്ന് പറയുന്നത്. ഇ സി ജി പേപ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു എന്താ പറയുക, ഗ്രാഫ് ഷീറ്റ് പോലത്തെ ഒരു പേപ്പർ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ചെറിയ നീളത്തിൽ ഇങ്ങനെ ഒരു നീളത്തിൽ അതുപോലെ തന്നെ റെക്ടാങ്കുലർ ഷേപ്പിലൊരു വലിയ പേപ്പറിലാണ് നമുക്ക് എന്ത് തരിക? ഇ സി ജി എടുക്കുന്ന സമയം നിങ്ങൾ ആരെങ്കിലും ഇ സി ജി എടുത്തിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഇ സി ജി എടുത്തിട്ടുണ്ടെങ്കിൽ, പ്രായമായവർക്ക് ആർക്കെങ്കിലും ഇ സി ജി എടുത്തിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു വലിയ റെക്ടാങ്കുലർ പേപ്പർ കുറേ ഗ്രിഡ്സ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, നമുക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതായത് ഒരു ഇ സി ജി പേപ്പറിന് ഒരുപാട് കോളംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ആ കോളംസിനെ നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രോ കാർഡിയോഗ്രാഫിക് ഗ്രിഡ്സ്. അപ്പൊ ഇലക്ട്രോ കാർഡിയോഗ്രാഫിക് ഗ്രിഡ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 millimeter അപ്പാർട്ടായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഓരോ ലൈനുകളും വരുന്നത്. ഹൊറിസോണ്ടലി ഉണ്ട്, വെർട്ടിക്കലി ഉണ്ട്. ഹൊറിസോണ്ടലി വെർട്ടിക്കലി 1 millimeter അപ്പാർട്ടായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് കോളംസ് ആയിട്ട് നമുക്ക് ഇ സി ജി പേപ്പറിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഓരോ 5th ലൈനും എന്തായിരിക്കും? അവിടെ തിക്കൻഡ് ആയിരിക്കും. എല്ലാ 5th ലൈനും തിക്കൻഡ് ആയിരിക്കും. നിങ്ങൾക്ക് ഞാൻ പേപ്പർ ഒന്ന് കാണിച്ചു തരാം. ഒരു PPT ഉണ്ട്, അപ്പൊ അതിൽ ഞാൻ പേപ്പർ കാണിച്ചു തരാം. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മള് എന്താണ് ഇലക്ട്രോ കാർഡിയോഗ്രാമിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇതാണ് ഞാൻ പറഞ്ഞ കോമൺ സെനാറിയോ എന്ന് പറയുന്നത്. പറഞ്ഞിട്ടില്ലേ, അതായത് ഒരാള് ക്രിട്ടിക്കലായിട്ട് വരുന്നു, പക്ഷെ ഇതിൽ ഇയാൾ ചിരിച്ചു കിടക്കുകയാണ്, ഇങ്ങനെയൊന്നും ആവില്ല, ഭയങ്കര ശോകമായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ സാധനം, അതായത് പേപ്പർ, ഇതാണ് ഇ സി ജി പേപ്പർ എന്ന് പറയുന്നത്. ഫസ്റ്റ് പാർട്ട് ഇ സി ജി പേപ്പർ കണ്ടോ, ഒരു ഗ്രാഫ് പോലെയാണ്. അപ്പോൾ ഓരോ 1 millimeter അപ്പാർട്ടായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് ലൈനുകൾ, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലൈൻസ് എന്തിൽ വരുന്നുണ്ട്? നമ്മുടെ ഇലക്ട്രോ ഇ സി ജി പേപ്പറിൽ വരുന്നുണ്ട്. അപ്പോൾ ഇ സി ജി ആ ഒരു 1 millimeter അപ്പാർട്ട് വരുന്ന ലൈനുകളെ നമ്മൾ പറയുന്ന പേരാണിത് ഇലക്ട്രോ കാർഡിയോഗ്രാഫിക് ഗ്രിഡ്സ് എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുക? ഇലക്ട്രോ കാർഡിയോഗ്രാഫിക് ഗ്രിഡ്സ്. അതിന്റെ നോക്കുക, അതിലെന്താണ് 1 millimeter 5th ലൈൻ നോക്കുക. 5th ലൈൻ എന്ത് ചെയ്തിട്ടുണ്ട്? എല്ലാ ഹൊറിസോണ്ടൽ ആണെങ്കിലും വെർട്ടിക്കൽ ആണെങ്കിലും 5th ലൈൻ ഈസ് എന്താണ്? കുറച്ചുകൂടി ഡാർക്കൻഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്, കണ്ടോ? അപ്പൊ ആ ഡാർക്കൻ ലൈന് 5th ലൈൻ ഈസ് ഓൾവേസ് ഡാർക്കൻ.
ഇതാണ് എന്തെന്ന് പറയുന്നത് ECG പേപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവരും ECG പേപ്പർ കണ്ടില്ലേ? അപ്പൊ അതുപോലെയാണ് ECG പേപ്പർ ഇരിക്കുന്നത്. അതായത് എന്തുണ്ടാവും, ഒരുപാട് ഒരു ഗ്രാഫിക്കൽ പേപ്പർ പോലെയാണ്. അപ്പോൾ ഓരോ 1 millimeter ഗ്യാപ്പിലും എന്ത് വരുന്നുണ്ട്, ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ലൈൻസ് വരുന്നുണ്ട്. ആ ലൈൻസിന് നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രോ കാർഡിയോഗ്രാഫിക് ഗ്രിഡ്സ് എന്ന് വിളിക്കും. ഇലക്ട്രോ കാർഡിയോഗ്രാഫിക് ഗ്രിഡ്സിൽ എന്താണ്, 5th ലൈൻ ഡാർക്കൻഡ് ആണെന്നുള്ളത് പറഞ്ഞു. നമുക്ക് ഓരോ ആക്സിസിൽ എന്തൊക്കെയാണ് പ്ലോട്ട് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്കറിയാം എക്സ് ആക്സിസും ഉണ്ട്, അതുപോലെ എക്സ് ആക്സിസും ഉണ്ട്, വൈ ആക്സിസും ഉണ്ട് അല്ലേ. അതായത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള എക്സ് ആക്സിസും ഉണ്ട്, വെർട്ടിക്കൽ വൈ ആക്സിസും ഉണ്ട്. അപ്പൊ എക്സ് ആക്സിസിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് എന്താണ്, ടൈമാണ്. എന്താ പ്ലോട്ട് ചെയ്യുക, ടൈമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ എക്സ് ആക്സിസിൽ പ്ലോട്ട് ചെയ്യുന്നത്. അപ്പൊ അതായത് 1 millimeter ഈസ് കറസ്പോണ്ടിങ് ടു ഏതാണ്ട് എത്രയാണ്, 0.04 സെക്കൻഡ്. 1 millimeter എന്ന് പറഞ്ഞാൽ എന്താണ് കറസ്പോണ്ടിങ് ടു 0.04 സെക്കൻഡ്. ആൻഡ് 5 mm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 0.2 seconds വരെയാണ് വരുന്നത്. അപ്പോൾ 1 millimeter എന്ന് പറഞ്ഞാൽ 0.04 seconds ആൻഡ് 5 millimeter എന്ന് പറഞ്ഞാൽ 20 seconds ആണ്. 0.20 seconds ആണ് എന്തെന്ന് പറയുന്നത് ഈ എക്സ് ആക്സിസിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ വൈ ആക്സിസിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുക ആ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ്, ECG വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ് എന്ത് ചെയ്യുന്നത്, വൈ ആക്സിസിൽ പ്ലോട്ട് ചെയ്യുക. അപ്പോൾ വൈ ആക്സിസിൽ വരുന്ന 1 millimeter = എന്താണ്, 0.1 millivolts. 5 millimeter എന്ന് പറഞ്ഞാൽ 0.5 millivolts ആണ് വരുന്നത്. വൈ ആക്സിസിൽ എന്താണ് നമ്മൾ പ്ലോട്ട് ചെയ്യുക, ഇതാണ് പ്ലോട്ട് ചെയ്യുക, അതായത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ വേവ് ആണ് പ്ലോട്ട് ചെയ്യുക. അപ്പോൾ വൈ ആക്സിസിൽ 1 mm = 0.1 millivolt ആൻഡ് 5 mm = എന്താണ്, 0.5 millivolt ആണ് വരുന്നത്. ഓക്കെ, ഇതാണ് ECG പേപ്പർ. ഇനി സ്പീഡ് ഓഫ് ദ പേപ്പർ ഇവിടെ നോക്കാം. സ്പീഡ് ഓഫ് ദ പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ മെഷീൻ വഴി എത്ര സ്പീഡിലാണ് ഈ പേപ്പർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എന്ത് സ്പീഡ് ഓഫ് ദ പേപ്പർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2 തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് 25 mm/s അല്ലെങ്കിൽ 50 mm/s. ഈ 2 സ്പീഡിലാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, സാധാരണ ECG പേപ്പർ അഡ്ജസ്റ്റ് ചെയ്യാറുള്ളത്, അതിന്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ നോർമൽ കേസസിൽ, അതായത് ഹാർട്ട് റേറ്റ് ഒക്കെ നോർമൽ ആണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, ഒരു നോർമൽ ECG ഇതിന് റുട്ടീൻ ECG എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ എന്താണ് നോർമൽ സ്പീഡ് ആയിട്ടുള്ള 25 mm/s അല്ലെങ്കിൽ 25 mm/s എന്ന് പറയുന്ന നോർമൽ സ്പീഡിലായിരിക്കും എന്ത് ചെയ്യുക, സെറ്റപ്പ് ചെയ്യുക, റുട്ടീൻ ECG എടുക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നതെങ്കിൽ. ഇനി ഹാർട്ട് റേറ്റ് കൂടുതലാണ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമായിട്ട് ആണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ 50 mm/s സ്പീഡ് അഡ്ജസ്റ്റ്. ഇപ്പൊ സ്പീഡ് ഓഫ് ദ പേപ്പർ എന്ന് പറഞ്ഞാൽ എന്താ, 2 സ്പീഡ്സിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ECG പേപ്പറിന്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. ഏതൊക്കെയാണ്, 25 mm/s ഉണ്ട്, 50 mm/s ഉണ്ട്. ഈ 2 സ്പീഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പീഡ് എടുക്കാൻ പറ്റും. അപ്പൊ നോർമൽ കേസസിലാണെങ്കിൽ 25 mm/s റുട്ടീൻ ECG ഒക്കെ ആണെങ്കിൽ, ഹൈ ഹാർട്ട് റേറ്റ് വരുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ 50 mm/s എന്ന സ്പീഡിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ വരുന്നതാണ് എന്ത്, നമ്മുടെ ഇലക്ട്രോഡ്. ഞാൻ പറഞ്ഞു ഒരുപാട് വയറുകൾ ഉണ്ടാവുന്നു. അപ്പൊ ഈ ഇലക്ട്രോഡുകൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 ആംസിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, ലെഫ്റ്റ് ലെഗിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, ചെസ്റ്റ് ഇലക്ട്രോഡ്സും വരുന്നുണ്ട്. ഇലക്ട്രോഡ്സ് ഏതൊക്കെയാ വരുന്നത്, 2 ആംസിലോട്ടുണ്ട്, ലെഫ്റ്റ് ലെഗിലോട്ടുണ്ട്, ചെസ്റ്റ് ഇലക്ട്രോഡ്സ് ഉണ്ട്. ആംസ്, ലെഫ്റ്റ് ലെഗ്, ചെസ്റ്റ് ഇലക്ട്രോഡ്സ്. ഇപ്പൊ ഇവിടേക്കൊക്കെയാണ് എന്ത് വരുന്നത്, നമ്മുടെ ഈ ഇലക്ട്രോഡുകൾ, ECGയുടെ ഇലക്ട്രോഡുകൾ, മെഷീനിലെ ഈ ഇലക്ട്രോഡുകൾ വരും. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടുള്ളൊരു പാർട്സ് എന്ന് പറയുന്നത്. എന്തൊക്കെയുണ്ട്, പേപ്പർ എന്തെന്ന് ഒരുപാട് ഗ്രിഡ്സ് ആയിട്ട്, അതായത് ഒരു 1 millimeter അപ്പാർട്ടുള്ള ഒരുപാട് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലൈൻസ് ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രോ കാർഡിയോഗ്രാഫിക് ഗ്രിഡ്സ്. അത് ഓരോ 5 millimeter എന്തായിരിക്കും, ലൈൻ തിക്കൻഡ് ആയിരിക്കും. എക്സ് ആക്സിസിൽ നമ്മൾ എന്ത് പ്ലോട്ട് ചെയ്യും, ഡ്യൂറേഷൻ അല്ലെങ്കിൽ ടൈം. 1 millimeter എന്ന് പറഞ്ഞാൽ എത്രയാണ്, 0.04 സെക്കൻഡ്. 5 millimeter എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.20 seconds. ഈ വൈ ആക്സിസിൽ നമ്മൾ എന്താ പ്ലോട്ട് ചെയ്യുന്നത്, ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി ECG ആണ് പ്ലോട്ട് ചെയ്യുക. അതിൽ 1 mm എന്ന് പറഞ്ഞാൽ 0.1 millivolt, 5 mm എന്ന് പറഞ്ഞാൽ 0.5 millivolt ആണ്. ഈ സ്പീഡ് ഓഫ് ദ പേപ്പറിന് 2 സ്പീഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 25 mm/s പിന്നെ എന്താണ് 50 mm/s. 25 mm/s എപ്പോഴാണ് എടുക്കുന്നത്, നോർമൽ കേസസിലും. ഹൈ ഹാർട്ട് റേറ്റ് വരുന്ന കേസസിൽ എന്താ എടുക്കുന്നത്, 50 mm/s എടുക്കുന്നു. പിന്നെ വരുന്നതാണ് എന്ത്, ഇലക്ട്രോഡുകൾ. അത് എവിടേക്കൊക്കെയാണ്, നമ്മുടെ 2 ആംസിൽ കണക്ട് ചെയ്യും, ലെഫ്റ്റ് ലെഗിലോട്ട് കണക്ട് ചെയ്യും, പിന്നെന്താണ്
ചെസ്റ്റ് ഇലക്ട്രോഡ്സും വരും. ഇതാണ് എന്ത് ബേസിക് പാർട്സ്. പിന്നെ ഒരു എന്ത് വരുന്നുണ്ട്, ഒരു സ്പെഷ്യൽ ജെല്ലി ഇടുന്നത് കാണാൻ സാധിക്കും അല്ലേ. ഇലക്ട്രോഡ്സ് എല്ലാം കണക്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു സ്പെഷ്യൽ ജെല്ലൈക്ക് സബ്സ്റ്റൻസ് നമ്മുടെ ശരീരത്തിലോട്ട് അപ്ലൈ ചെയ്യും. ആ ജെല്ലൈക്ക് സബ്സ്റ്റൻസ് വേറൊന്നുമല്ല, നമ്മുടെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂടാൻ, ബോഡിയുടെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂടാനും ഈസിക്ക് നല്ല രീതിക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ജെല്ലൈക്ക് സബ്സ്റ്റൻസും കൂടി എന്ത് ചെയ്യും, അപ്ലൈ ചെയ്യും. നമുക്ക് ഒന്നുകൂടി കണ്ടാലോ എന്തൊക്കെയാണ് ഈ പാർട്സ് വരുന്നതെന്നുള്ളത് നമുക്കൊന്ന് കാണിച്ചു തരാം. ഒരു PPT നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സ്പീഡ് ഓഫ് ദ പേപ്പർ എന്ന് പറയുമ്പോൾ സ്പീഡ് ഓഫ് ദ പേപ്പർ മൂവ്മെന്റ് ഓഫ് ദ പേപ്പർ ത്രൂ ദ മെഷീൻ ക്യാൻ ബി അഡ്ജസ്റ്റഡ് ബിറ്റ്വീൻ 2 സ്പീഡ്സ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിലാണ് 25 millimeter per second ആൻഡ് 50 millimeter per second. നോർമൽ എന്ന് പറയുന്നത് സ്പെല്ലിങ്ങിൽ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ, നോർമൽ ആണ് അത്. നോർമൽ എന്ന് പറയുന്നത് 25 millimeter per second ഹൈ ഹാർട്ട് റേറ്റ് വരികയാണെങ്കിൽ എന്ത് പറയും, 50 millimeter per second ആണ് എന്ത് ചെയ്യുന്നത്, സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ഇതാണ് പറയുന്നത് ഇലക്ട്രോഡുകൾ. കണ്ടോ എവിടേക്കൊക്കെയാ ഫിക്സ് ചെയ്തിരിക്കുന്നത്? ലീഡ്സ് ഫിക്സ് ഓൺ ടു 2 ആംസ്. 2 ആംസിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഫിക്സ് ചെയ്തിട്ടുണ്ട്. 2 ആംസിലേക്ക് കണ്ടോ ഇത് പോകുന്നത്, വയർ പോകുന്നത് കണ്ടോ. പിന്നെന്ത് വരുന്നുണ്ട്, ചെസ്റ്റിലേക്ക് വന്നേക്കുന്നത് കണ്ടോ, ഇലക്ട്രോഡ്സ് ഫിക്സ് ചെയ്തേക്കുന്നത് കണ്ടോ. അതുപോലെ തന്നെ ലെഫ്റ്റിൽ ഇവിടെ 2 കാലും കാണിക്കുന്നുണ്ട്. സാധാരണ ലെഫ്റ്റ് ലെഗിലോട്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ഇലക്ട്രോഡ്സ് ഫിക്സ് ചെയ്യാറുള്ളത്. ഇതെന്ത് ചെയ്യും, താഴെ നോക്കുക. അതായത് പെൻ റെക്കോർഡർ വെച്ചിട്ട് ECG റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പെൻ റെക്കോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി, അതായത് ഈ നമ്മുടെ ബോഡിയിൽ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി അത് എന്ത് ചെയ്യും, റെക്കോർഡിക്കലി ECG പേപ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് എന്ത്, പെൻ റെക്കോർഡർ എന്ന് പറയുന്നത്. അപ്പൊ അത് വെച്ചിട്ട് കണ്ടോ പ്ലോട്ട് ചെയ്യുന്നത് കണ്ടോ. അപ്പൊ നമ്മൾ ആ ഒരു ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ ECG എന്ത് ചെയ്യും, ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മെഷീൻ റെക്കോർഡ് ചെയ്തിട്ട് അതിനെ എന്താണ്, ഗ്രാഫ് അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ ആയിട്ട് എന്ത് ചെയ്യും, ഈ പെൻ റെക്കോർഡർ പ്ലോട്ട് ചെയ്യുന്നതാണ് അവിടെ കാണിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാ വരുന്നത്, ഇലക്ട്രോഡ്സിൽ 2 ആംസിലേക്ക് വരുന്നുണ്ട്, ലെഫ്റ്റ് ലെഗിലേക്ക് വരുന്നുണ്ട്, പിന്നെ എന്താണ് ചെസ്റ്റ് ഇലക്ട്രോഡ്സിലേക്ക് വരുന്നുണ്ട്. ഓക്കെ ഓക്കെ അപ്പോ എന്താണ്, ഇതാണ് നമ്മുടെ ECG ഇപ്പത്തെ കാണിച്ചിരിക്കുന്നത് കണ്ടോ, ECG. അപ്പൊ അതിൽ എന്തൊക്കെ വരുന്നുണ്ടെന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോ ECGയുടെ പാർട്സ് എന്തൊക്കെ വരുന്നുണ്ട്, അപ്പൊ എങ്ങനെയാണ് നമുക്ക് ECG റീഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കാം. An electrocardiogram trace follows a strict logical sequence corresponding to the electrical journey through the heart. The easiest way to keep these terms straight is a simple rule of thumb. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് ECGയിൽ വരുന്നതെന്നുള്ളത് നോക്കാം. ECGയിൽ മെയിൻ ആയിട്ടും എന്തൊക്കെ വരുന്നുണ്ട്, വേവ്സ് വരുന്നുണ്ട്, സെഗ്മെന്റ്സ് വരുന്നുണ്ട്, ഇന്റർവെൽസ് വരുന്നുണ്ട്. ഈ ഓരോന്നിനും അതിൻ്റെതായ സിഗ്നിഫിക്കൻസ് ഉണ്ട്. വേവ്സിനായി കഴിഞ്ഞു കഴിഞ്ഞാലും അതുപോലെ തന്നെ സെഗ്മെന്റ്സിലായി കഴിഞ്ഞാലും ഇന്റർവെൽസിനായാലും ഓരോന്നിനും എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെതായ സിഗ്നിഫിക്കൻസ് വരുന്നുണ്ട്. അപ്പോൾ വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ ആക്ച്വൽ അപ്വേർഡ് ഓർ ഡൗൺവേർഡ് ഡിഫ്ലക്ഷൻസ് ഫ്രം ദ ബേസ് ലൈൻ. ആ ബേസ് ലൈനിൽ നിന്നുള്ള അപ്വേർഡ് അല്ലെങ്കിൽ ഡൗൺവേർഡ് ഡിഫ്ലക്ഷൻ നമുക്കറിയാം. ആ മോളിലൂടെ, അതായത് P കണ്ടോ, അതുപോലെ തന്നെ QRS കോംപ്ലക്സ് കണ്ടോ, T കണ്ടോ, അങ്ങനെ വരുന്ന അപ്വേർഡ് പ്രൊജക്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, വേവ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് 3 വേവ്സ് ആണ് വരുന്നത്. ഒന്ന് P വേവ്, അതുപോലെ തന്നെ QRS കോംപ്ലക്സ്, അതുപോലെ തന്നെ T വേവ്. ഓക്കെ, ചില കേസ് U വേവ് നോക്കണ്ട, അത് നിങ്ങൾക്ക് ഇപ്പോ അതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനില്ല. അപ്പോൾ ഇത്ര ഓർത്ത് വെച്ചാൽ മതി. 3 വേവുകളെ നമുക്ക് മെയിൻ ആയിട്ടും പഠിക്കാനുള്ളൂ. ഏതൊക്കെയാണത്, P വേവ്, QRS കോംപ്ലക്സ്, അതുപോലെ തന്നെ എന്താണ് T വേവും വരുന്നുണ്ട്. പിന്നെ സെഗ്മെന്റുകൾ നോക്കുക. സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഓരോ വേവുകളുടെ ഇടയിലും ചില ഫ്ലാറ്റ് അല്ല സെഗ്മെന്റ്സ് കാണാനായിട്ട്. സെഗ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ഐസോ ഇലക്ട്രിക് ലൈൻസ് ബിറ്റ്വീൻ ദ വേവ്സ്. വേവ്സിന്റെ ഇടയിൽ വരുന്ന ഫ്ലാറ്റ് ആയിട്ടുള്ള ഐസോ ഇലക്ട്രിക് ലൈനുകളെ പറയുന്ന പേരാണെന്ത്, സെഗ്മെന്റ്സ് എന്ന് വിളിക്കുന്നത്. അതായത് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഓരോന്നിന്റെ ST സെഗ്മെന്റ് നോക്കുക. അതായത് എന്തിന്റെ ഇടയിൽ വരുന്നതാണ്, QRS കഴിഞ്ഞ് T തുടങ്ങാൻ നേരത്ത് വരുന്നതാണ് എന്തെന്ന് പറയുന്നത് XT സെഗ്മെന്റ്. അതുപോലെ തന്നെ PR സെഗ്മെന്റ് നോക്കാം. അതായത് എന്താണ്, P വേവ് കഴിഞ്ഞ് അതായത് QRS കോംപ്ലക്സിലേക്ക് കടക്കാൻ പോകുന്നതിന് മുമ്പ് വരുന്ന ആ ഫ്ലാറ്റ് ലൈൻസ്, അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ST സെഗ്മെന്റ്. അതുപോലെ തന്നെ PR സെഗ്മെന്റ് എന്ന് പറഞ്ഞിട്ട് സെഗ്മെന്റുകൾ ശ്രദ്ധിക്കുക. പിന്നെ ഇന്റർവെല്ലുകൾ. ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്, ടൈം ഫ്രെയിം ദാറ്റ് ഇൻക്ലൂഡ്സ് അറ്റ്ലീസ്റ്റ് 1 വേവ് പ്ലസ് എ കണക്ടിങ് സെഗ്മെന്റ്. ഒരു വേവും ഒരു കണക്ടിങ് സെഗ്മെന്റും വരുന്ന ആ ഒരു ഇതിനെ പറയുന്നതാണ് എന്ത്, ഇന്റർവെൽസ്. ഇപ്പൊ നോക്കാം PR ഇന്റർവെൽ നോക്കാം. PR ഇന്റർവെൽ എന്ത് വരുന്നുണ്ട്,
നമ്മുടെ പി വേവും വരുന്നുണ്ട്, പി ആർ സെഗ്മെന്റും വരുന്നുണ്ട്. അത് അടങ്ങിയതാണ് ഇതെന്ന് പറയുന്നത് പി ആർ ഉണ്ടാവും. ഒരു വേവും ഉണ്ടാവും, ഒരു കണക്ടിങ് സെഗ്മെന്റും അടങ്ങിയതാണ് ഇതെന്ന് പറയുന്നത് ഇന്റർവെൽസ്. അപ്പൊ എന്തൊക്കെയാ വരുന്ന ഒരു ഇ സി ജിയുടെ പാർട്ട്, ഇ സി ജി ഗ്രാഫിൽ ഇലക്ട്രോ കാർഡിയോഗ്രാമിന്റെ പാർട്സ് ആണ് എന്തെന്ന് പറയുന്നത് വേവ് ഉണ്ടാവും, അതുപോലെ തന്നെ സെഗ്മെന്റ്സ് ഉണ്ടാവും, പിന്നെ എന്തുണ്ടാവും ഇന്റർവെൽസ് ഉണ്ടാവും. വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്ച്വൽ അപ്വേർഡ് ഓർ ഡൗൺവേർഡ് ഡിഫ്ലക്ഷൻസ് ഫ്രം ദ ബേസ് ലൈൻ ആണ്. സെഗ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്ലാറ്റ് ഐസോഇലക്ട്രിക് ന്യൂട്രൽ ലൈൻസ് ബിറ്റ്വീൻ ദ വേവ്സ് ആണ്. ആൻഡ് ഇന്റർവെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദ ടൈം ഫ്രെയിം ദാറ്റ് ഇൻക്ലൂഡ്സ് അറ്റ്ലീസ്റ്റ് വൺ വേവ് പ്ലസ് എ കണക്ടിങ് സെഗ്മെന്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇ സി ജി വേവ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി സൂം ചെയ്ത് കാണിച്ചതാണ്. മറ്റേതിൽ അത്രയ്ക്ക് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്തൊക്കെ വരുന്നുണ്ട് നമ്മൾ കണ്ടു. പി വേവ് വരുന്നുണ്ട് അല്ലെ. ഫസ്റ്റ് നമ്മൾ ആദ്യം വേവ്സ് നോക്കാം. വേവ്സ് ഏതൊക്കെയാ വരുന്നത്, പി വേവ് വരുന്നുണ്ട്, പിന്നെന്താ വരുന്നത് ക്യു ആർ എക്സ് കോംപ്ലക്സ് വരുന്നുണ്ട്, പിന്നെന്ത് വരുന്നുണ്ട് ടി വേവ് വരുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാ വരുന്നത്, പി വേവ് വരുന്നുണ്ട്, ക്യു ആർ എക്സ് കോംപ്ലക്സ് വരുന്നുണ്ട്, പിന്നെന്ത് വരുന്നുണ്ട് ടി വേവ് വരുന്നത്. അതാണ് എന്ത് വേവ്സിൽ വരുന്നത്. ഇനി ഏതൊക്കെയാണ് സെഗ്മെന്റ്സിൽ വരുന്നത്, സെഗ്മെന്റ്സിൽ വരുന്നതാണ് ഒന്നാണ് പി ആർ സെഗ്മെന്റ്, അത് കഴിഞ്ഞിട്ട് പിന്നെന്താ വരുന്നത് എസ് ടി സെഗ്മെന്റ്, അതുപോലെ തന്നെ പി ആർ സെഗ്മെന്റും എസ് ടി സെഗ്മെന്റും അല്ലെ. ഇതാണ് എന്തിൽ വരുന്നത്, മെയിൻ ആയിട്ടും സെഗ്മെന്റ്സിൽ വരുന്നത്. സെഗ്മെന്റ്സ് ഫ്ലാറ്റ് ആയിട്ടുള്ള ഏരിയ. ഇനി എന്താ വരുന്നത് ഇന്റർവെല്ലുകൾ. ഇന്റർവെൽ എന്താ പറഞ്ഞത്, ഒരു സെഗ്മെന്റും ഉണ്ടാവും, ഒരു വേവും ഉണ്ടാവും, അടങ്ങിയതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഇന്റർവെൽ എന്ന് വിളിക്കുക. അപ്പൊ ആദ്യത്തെ ഇന്റർവെൽ ഏതാണ് ഒന്ന് നോക്കാം, പി ആർ ഇന്റർവെൽ. പി ആർ ഇന്റർവെൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരുന്നുണ്ട്, പി വേവും വരുന്നുണ്ട്, പി ആർ സെഗ്മെന്റും വരുന്നുണ്ട്. പിന്നെന്താ വരുന്നത് ക്യൂ ടി ഇന്റർവെൽ. ക്യൂ ടി ഇന്റർവെൽ എന്തൊക്കെ വരുന്നുണ്ട്, ക്യൂ വേവ് അതായത് ക്യു ആർ എസ് കോംപ്ലക്സ് വരുന്നുണ്ട്, എസ് ടി സെഗ്മെന്റ് വരുന്നുണ്ട്, ടി വേവും വരുന്നതാണ് ഇതെന്ന് പറയുന്നത് ക്യൂ ടി ഇന്റർവെൽ. ഇപ്പൊ ക്യൂ ടി ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ എന്താണ്, പി വേവ് അതായത് ക്യു ആർ എസ് കോംപ്ലക്സ് വരുന്നുണ്ട്, എസ് ടി സെഗ്മെന്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ടി വേവും കൂടി വരുന്നതാണ് എന്തെന്ന് പറയുന്നത് ക്യൂ ടി ഇന്റർവെൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് എന്ത് എസ് ടി ഇന്റർവെൽ. എസ് ടി ഇന്റർവെൽ എന്തൊക്കെയാ വരുന്നത്, എസ് ടി സെഗ്മെന്റും ടി വേവും, എസ് ടി സെഗ്മെന്റും ടി വേവും കൂടി അടങ്ങിയതാണ് എന്തെന്ന് പറയുന്നത് എസ് ടി ഇന്റർവെൽ എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെയാണ് വേവ്സ്, പി വേവ്, ക്യു ആർ എക്സ് കോംപ്ലക്സ്, ടി വേവ്. സെഗ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ലൈനുകൾ. അതേതൊക്കെയാണ് പി ആർ സെഗ്മെന്റും എസ് ടി സെഗ്മെന്റ്. ഇതാണ് മെയിൻ സെഗ്മെന്റ്സ് എന്ന് പറയുന്നത്. ഇനി ഇന്റർവെല്ലുകൾ, 3 ഇന്റർവെല്ലുകൾ വരുന്നുണ്ട്. ഏതൊക്കെയാണ് ഇതൊന്ന് പി ആർ ഇന്റർവെൽ. അതിൽ എന്തൊക്കെയാ വരുന്നത്, പി വേവും ഉണ്ട്, അതുപോലെ തന്നെ പി ആർ സെഗ്മെന്റും വരുന്നുണ്ട്. പിന്നെ വരുന്നതാണ് എന്ത് ക്യൂ ടി ഇന്റർവെൽ. ക്യൂ ടി ഇന്റർവെല്ലിൽ എന്തൊക്കെ വരുന്നുണ്ട്, ക്യു ആർ എസ് കോംപ്ലക്സ് വരുന്നുണ്ട്, എസ് ടി സെഗ്മെന്റ് വരുന്നുണ്ട്, പിന്നെ എന്ത് വരെ വരുന്നുണ്ട് ടി വേവ് വരെ വരുന്നതാണ് ക്യൂ ടി ഇന്റർവെൽ. പിന്നെ വരുന്നതാണ് എന്ത് എസ് ടി ഇന്റർവെൽ. എസ് ടി ഇന്റർവെല്ലിൽ എന്തൊക്കെ വരുന്നുണ്ട്, നമ്മുടെ എസ് ടി സെഗ്മെന്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ എന്തും വരുന്നുണ്ട് ടി വേവും വരുന്നുണ്ട്. ഓക്കെ, ഓക്കെ. ഇനി ഓരോ സിറ്റുവേഷൻസിലും എന്താ സംഭവിക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഓരോ വേവ് വരുന്ന സമയത്തും അതുപോലെ തന്നെ എന്താ സംഭവിക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് എന്താണ്, നമ്മൾ ആദ്യത്തെ വേവ് ഏതാ, 3 വേവ്സ് പഠിച്ചു. അപ്പൊ ആദ്യത്തെ വേവ് ഏതായിരുന്നു, പി വേവ് ആയിരുന്നു. അപ്പൊ എന്താണ് പി വേവ് എന്നുള്ളത്, ഫസ്റ്റ് വേവ് ഓർക്കുന്നുണ്ടോ? അപ്പൊ അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താന്നുള്ളത് നോക്കാം. അപ്പൊ പി വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കാണുന്ന സ്മോൾ അപ്വേർഡ് വേവിനെ പറയുന്ന പേരാണ് എന്തെന്ന് പി വേവ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിന്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് എത്രയാ വരുന്നത്, 0.1 സെക്കൻഡ് ആണ് ഡ്യൂറേഷൻ വരുന്നത്. എത്രയാ ഡ്യൂറേഷൻ വരുന്നത്, 0.1 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ അതിന്റെ കോറിലേഷൻ എന്തിനാണ് പി വേവ് വരുന്നത് എന്നുള്ളത്. പി വേവ് എന്തിനാണ് വരുന്നത്, ഇറ്റ് റെപ്രസെന്റ്സ് ദി ആർട്ടീരിയൽ ഡീപോളറൈസേഷൻ വിച്ച് ലീഡ്സ് ടു ആർട്രിയൽ കൺട്രാക്ഷൻ. എന്താണ് ആട്രിയൽ ഡീപോളറൈസേഷൻ ആണ് ഇതിൽ വരുന്നത്, പി വേവിൽ വരുന്നത്, വിച്ച് ലീഡ്സ് ടു ആട്രിയൽ കൺട്രാക്ഷൻ. The impulse of contraction starts from the SA node and spreads throughout the atria. നമ്മുടെ എല്ലാത്തിനും അതായത് ഹാർട്ടിന്റെ ഈ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഇതിനുള്ള ഇമ്പൾസസ് എല്ലാം വരെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ അത് നമ്മൾ കാർഡിയാക് സൈക്കിൾ എടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി കാർഡിയാക് സൈക്കിൾ ഞാൻ എടുത്തു തരാം. അപ്പൊ ആ കാർഡിയാക് സൈക്കിൾ എടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണ് ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ വരുന്നത്, എസ് എ നോഡ് എന്താണ്, എ വി നോഡ് എന്താണ്,
ഫൈബേഴ്സ് ഓഫ് പർക്കിൻജെ എന്താണ് എന്നൊക്കെ ഉള്ളത് പറഞ്ഞു തരാം. അപ്പോൾ ആ സമയത്ത് കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. ഇപ്പം ഇത്ര ഓർത്ത് വയ്ക്കുക. എസ് നോട് ആണ് എന്ത് ചെയ്യുന്നത്, കൺട്രാക്ഷൻ ഇമ്പൾസസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആൻഡ് ഇറ്റ് സ്പ്രെഡ്സ് ത്രൂ ഔട്ട് ദി ആട്രിയ. അപ്പം എന്താണ് പി വേവ്? എന്താണ് ഫസ്റ്റ് കാണുന്ന കുഞ്ഞു വേവ്, അതാണ് എന്തെന്ന് പറയുന്നത് പി വേവ് എന്ന് പറയുന്നത്. 0.1 സെക്കൻഡ്സ് ആണ് അതിന്റെ ഡ്യൂറേഷൻ വരുന്നത്. ഇറ്റ് റെപ്രസെന്റ്സ് ദി atrial depolarization which leads to atrial contraction. The impulse of contraction starts from the SA node. Impulse of contraction എവിടുന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്? SA നോഡിൽ നിന്നാണ്. സ്പ്രെഡ് ത്രൂ ഔട്ട് ദി ആട്രിയ. ഓക്കെ, ഇനി എന്താണ്, ഇനിയിപ്പോൾ ഡീവിയേഷൻ എന്തെങ്കിലും വന്നു, ഇപ്പൊ പി വേവിൽ എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് വെച്ചിട്ടാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുക ഓരോ കണ്ടീഷൻസ് അല്ലേ. അപ്പോൾ എന്തെങ്കിലും എന്താണ് ഹാർട്ടിൽ എന്തെങ്കിലും കണ്ടീഷൻസ്, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അബ്നോർമൽ ഇലക്ട്രിക്കൽ കണ്ടക്ഷനോ പൂർ ബ്ലഡ് ഫ്ലോ ടു ദ ഹാർട്ട് മസിലോ ഹാർട്ട് അറ്റാക്കോ ഇതൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ വേവ്സിൽ ഡിഫ്ലക്ഷൻസ് കാണാൻ സാധിക്കും. അപ്പൊ ആ ഡിഫ്ലക്ഷൻസിന്റെ സിഗ്നിഫിക്കൻസ് എന്താന്നുള്ളത് നോക്കാം. അപ്പൊ ഡീവിയേഷൻ ആൻഡ് ഇൻഡിക്കേഷൻ. PQ interval lengthens during rheumatic fever and atherosclerotic heart disease. അതായത് റുമാറ്റിക് ഹാർട്ട് ഡിസീസിന്റെ സമയത്ത്, അതുപോലെ തന്നെ അത്തീറോസ്ക്ലീറോസ്റ്റിക് ഹാർട്ട് ഡിസീസ്, അതായത് പ്ലാക്സ് ഫോം ചെയ്യുക നമ്മുടെ ഹാർട്ടിലേക്കുള്ള പോർ ബ്ലഡ് ഫ്ലോ ടു ദ ഹാർട്ട് മസിലാണ് ഉദ്ദേശിക്കുന്നത്. കൊറോണറി ആർട്ടറിയിലൊക്കെ എന്ത് ഫോം, കൊറോണറി ആർട്ടറിയാണ് നമുക്കറിയാം ബ്ലഡ് സപ്ലൈ ടു ദ ഹാർട്ട് എന്ന് പറയുന്നത്. അതിലെന്ത് ഫോം ചെയ്യാം? ചില പ്ലാക്കുകൾ ഫോം ചെയ്യാം. അപ്പം അങ്ങനെ എന്ത് ചെയ്യാം? ബ്ലഡ് ഫ്ലോ എന്ത് ചെയ്യാം? ഹാർട്ടിലോട്ടുള്ളത് കുറയാം. അതുപോലെ തന്നെ റുമാറ്റിക് ഹാർട്ട് ഡിസീസ് വരുന്ന സമയത്ത്, അതൊരു ഓട്ടോമ്യൂൺ കണ്ടീഷനാണ്, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ റൊമാറ്റിക് ഹാർട്ട് ഡിസീസ് വരുന്ന സമയത്ത്, അതുപോലെ തന്നെ അത്തീറോസ്ക്ലീറോട്ടിക് ഹാർട്ട് ഡിസീസ് വരുന്ന സമയത്ത് ഒക്കെ എന്തുണ്ടാവും? ബ്ലഡ് ഫ്ലോ കുറയും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് എന്തുണ്ടാവും? ദ PQ ഇന്റർവെൽസ് ലെങ്തൻ ചെയ്യാനായിട്ടുള്ള ഇത് കാണാറുണ്ട്. അപ്പോൾ റീസൺ എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ ഓഫ് ആട്രിയ ആൻഡ് ദ AV നോഡ്. അതിന് കാരണം എന്താണ്? ഇൻഫ്ലമേഷൻ ഓഫ് ആട്രിയ ആൻഡ് ബ്ലഡ് സപ്ലൈ കുറയുന്ന സമയത്ത് എന്തുണ്ടാവും? AV നോഡിനാണെങ്കിൽ, ആട്രിയത്തിനാണെങ്കിൽ ഇതിനൊക്കെ എന്താണ് എക്സ്ട്രാ വർക്ക് ചെയ്യേണ്ടി വരും. ബ്ലഡ് ഫ്ലോ കുറഞ്ഞു, ഓക്സിജനേഷൻ കുറഞ്ഞു, അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? എക്സ്ട്രാ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്ത് വരും? ഇൻഫ്ലമേഷൻ ഓഫ് ആട്രിയ ആൻഡ് AV നോഡ് വരാം. അപ്പൊ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? PQ ഇന്റർവെല് ലെങ്തൻ ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് വേവ് ഏതാണ്? പി വേവ്. പി വേവിന്റെ ഡ്യൂറേഷൻ എത്രയാണ്? 0.1 seconds. എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? റെപ്രസെന്റ്സ് ആട്രിയൽ ഡീപോളറൈസേഷൻ വിച്ച് ലീഡ്സ് ടു ആട്രിയൽ കൺട്രാക്ഷൻ. The impulse of contraction starts from the SA node and spreads throughout the atria. ഇപ്പൊ ഡീവിയേഷന്റെ ഇൻഡിക്കേഷൻ എന്താണ്? PQ interval lengthens during the rheumatic fever and in atherosclerotic heart disease. That is formation of plaques and calcification. മെയിനായിട്ടും കൊറോണറി ആർട്ടറി ബ്ലഡ് സപ്ലൈ, ഹാർട്ടിന്റെ ബ്ലഡ് സപ്ലൈ വരുന്ന കൊറോണറി ആർട്ടറി, അപ്പൊ അതിലാണ് മെയിനായിട്ടും ഫോം ചെയ്യുന്നത്. റീസൺ എന്താണ്? ഇൻഫ്ലമേഷൻ ഓഫ് ആട്രിയ ആൻഡ് AV നോഡ്. പിന്നെ വരുന്നതാണെന്ത്? അതിനുശേഷം ഞാൻ പറഞ്ഞതാണെന്ത്? ഒരു വേവ് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ എന്ത് വരുന്നുണ്ട്? ഇന്റർവെല് വരുന്നുണ്ട്. അതായത് QRSS തുടങ്ങുന്നതിന് മുമ്പ് എന്താണ് ഒരു ഇന്റർവെല് വരുന്നത്? ആ ഇന്റർവെലിനെ പറയുന്ന പേരാണ് PR ഇന്റർവെൽ അല്ലെങ്കിൽ PQ ഇന്റർവെൽ എന്ന് പറയും. അതിന്റെ ഡ്യൂറേഷൻ ഏതാണ്ട് 0.13 to 0.16 സെക്കൻഡ് വരെ വരുന്നുണ്ട്. ഡ്യൂറേഷൻ എത്ര വരുന്നുണ്ട്? 0.13 to 0.16 സെക്കൻഡ് ആണെന്ന് പറയുന്നത് PR ഇന്റർവെല്ലിന്റെ ഡ്യൂറേഷൻ എന്ന് പറയും. ഇപ്പൊ എത്ര വരുന്നുണ്ട്? 0.13 to 0.16 second, which is time taken by the impulse to travel through the atria via the AV nodes, that is the conducting tissues. ആട്രിയയിൽ നിന്നും AV നോഡ് വഴി എന്താണ് ട്രാവൽ ചെയ്യാനായിട്ട് ഇമ്പൾസ് എടുക്കുന്ന ടൈം ആണെന്ന് പറയുന്നത് AV നോഡ്. അപ്പൊ ആ കണ്ടക്ഷൻ പാത്ത് വേ മനസ്സിലായാലും എന്താണ് SA നോഡ് AV നോഡ് എന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ AV നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SA നോട്ടിൽ നിന്ന് എന്ത് ചെയ്യും? ആട്രിയം കൺട്രാക്ഷൻ നടക്കും. പിന്നെ എങ്ങോട്ട് വരേണ്ടതാണ്? വെൻട്രിക്കിളിലേക്ക് എന്ത് ചെയ്യണം? ഇമ്പൾസസ് എത്തണം. ആ ഇമ്പൾസസ് എത്തിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് AV നോഡ് എന്ന്. AV നോഡ് പർക്കിൻജെ ഫൈബേഴ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ ഇമ്പൾസ് ട്രാൻസ്മിഷൻ ഞാൻ കാർഡിയാക് സൈക്കിളിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ ഇത്ര ഓർത്ത് വയ്ക്കുക. PR ഇന്റർവെൽ അല്ലെങ്കിൽ PQ ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 0.13 to 0.16 second. It's the time taken by the impulse to travel through the atria via the AV node. അതായത് കണ്ടക്ടിങ് ടിഷ്യൂസ് വഴി ട്രാവൽ ചെയ്യാനായിട്ട് എടുക്കുന്ന ടൈം, അതായത് വെൻട്രിക്കിളിലേക്ക് ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ടൈം, അതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? PR ഇന്റർവെൽ അല്ലെങ്കിൽ PQ ഇന്റർവെൽ എന്ന് വിളിക്കുന്നത്. PR ഇന്റർവെൽ or PQ ഇന്റർവെൽ, it is 0.13 to 0.16 second. It's the time taken by the impulse to
ട്രാവൽ ത്രൂ ദ ആട്രിയ വയാ ദി AV നോഡ്സ്. അപ്പോൾ ആട്രിയ വഴി AV നോഡ്സിലേക്ക്, ആട്രിയയിൽ AV നോഡ്സ് വഴി ട്രാവൽ എടുക്കുന്ന സമയം, അതായത് വെൻട്രിക്കിളിലേക്ക് ട്രാവൽ എടുക്കുന്ന സമയത്തെയാണ് PR ഇന്റർവൽ അല്ലെങ്കിൽ PQ ഇന്റർവൽ എന്ന് പറയുന്നത്. പിന്നെ ഒരു വലിയ കുത്തനെയുള്ള എവറസ്റ്റ് പോലത്തെ വലിയൊരു വേവ് കണ്ടായിരുന്നോ? അതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? QRS കോംപ്ലക്സ് എന്നാണ് പറയുന്നത്. എന്തായിട്ടാ പറയുന്നത്? QRS കോംപ്ലക്സ്. ഇറ്റ് ബിഗിൻസ് ആസ് എ സ്മോൾ ഡൗൺവേർഡ് ഡിഫ്ലക്ഷൻ. അതായത് Q എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഫിഗർ കാണിച്ചു തരാം. കണ്ടോ? Q എങ്ങനെയാ വരുന്നത്? ആദ്യം ചെറിയ ഡൗൺവേർഡ് ഡിഫ്ലക്ഷൻ വരുന്നുണ്ട്. ഇതാണ് P വേവ്, പിന്നെ PR സെഗ്മെന്റ്. അത് കഴിഞ്ഞ് Qയിലേക്ക് പോകുന്ന സമയത്ത് നോക്കുക എന്താ വരുന്നത്? ഒരു ഡൗൺവേർഡ് ഡിഫ്ലക്ഷൻ വന്നു അല്ലെ? ആ ഡൗൺവേർഡ് ഡിഫ്ലക്ഷൻ കഴിഞ്ഞിട്ടാണ് പിന്നെ എന്ത് വരുന്നത്? ആൻഡ് ആസ് എ ലാർജ് അപ്രൈറ്റ് ആർ, ഒരു വലിയ ആർ വേവ് കാണാൻ സാധിക്കും അല്ലെ? ആൻഡ് ട്രയാങ്കുലർ വേവ്, ലാർജ് അപ്രൈറ്റ് ആൻഡ് ട്രയാങ്കുലർ വേവ് ആയിട്ടുള്ള ആർ എൻഡിങ് ഡൗൺവേർഡ്സ് ഓൺ ദി എസ് വേവിലേക്ക് എൻഡ് ചെയ്യുന്നു. അപ്പൊ അതും കാണിച്ചിരുന്നത് വേണ്ടി കണ്ടോ? അപ്പോ Q എന്താണ്? ഒരു ചെറിയ ഡിഫ്ലക്ഷൻ, ഒരു ഡിപ്രഷനിൽ തുടങ്ങും, പിന്നെ ഒരു വലിയ ട്രയാങ്കുലർ വേവ് ആർ ഉണ്ടാവും, പിന്നെ വീണ്ടും താഴോട്ടൊരു ഡിപ്രഷനിലോട്ട് പോയിട്ട് എസ് വേവിൽ എന്ത് ചെയ്യുന്നു? അത് ചെന്ന് അവസാനിക്കുന്നു. അപ്പൊ ഈ ഒരു ഇതിനെ, അതായത് ഈ ഒരു വേവിനെ നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? QRS കോംപ്ലക്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഒരു ചെറിയ ഡിപ്രഷൻ Qയിൽ തുടങ്ങി, വലിയൊരു ട്രയാങ്കുലർ വേവ് ആറ്, അത് കഴിഞ്ഞ് എന്താണ്? ചെറിയൊരു ഡിപ്രഷനിലോട്ട് പോയി വീണ്ടും എസ്സിൽ വന്ന് അവസാനിക്കുന്നതാണ് എന്ത്? നമ്മുടെ QRS കോംപ്ലക്സ്. ഓക്കെ, അപ്പോൾ അതിന്റെ ഡ്യൂറേഷൻ ഏതാണ്ട് വരുന്നത് 0.08 to 0.12 സെക്കൻഡ് ആണ്. ഇത്ര ഡ്യൂറേഷൻ വരുന്നത് 0.08 to 0.12 സെക്കൻഡ് ആണ് ഡ്യൂറേഷൻ വരുന്നത്. ഇതിന്റെ കോറിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? QRS കോംപ്ലക്സിന്റെ സിഗ്നിഫിക്കൻസ് എന്തിനെയാണ് സിഗ്നിഫൈ ചെയ്യുന്നത്? ഇറ്റ് റെപ്രസെന്റ്സ് ദി വെൻട്രിക്കുലാർ ഡീപോളറൈസേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ ഏതായിരുന്നു? ആട്രിയൽ സിസ്റ്റോളി അല്ലെങ്കിൽ ആട്രിയൽ ഡീപോളറൈസേഷൻ ആയിരുന്നു P വേവ് എന്ന് പറയുന്നത്. പക്ഷെ QRS കോംപ്ലക്സ് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇറ്റ് റെപ്രസെന്റ്സ് ദി വെൻട്രിക്കുലാർ ഡീപോളറൈസേഷൻ caused by the impulse of contraction from the AV node through the bundle of His and Purkinje fibers. അതായത് AV നമ്മൾ പറഞ്ഞു SA നോഡിൽ നിന്ന് തുടങ്ങി AV നോഡിലേക്ക് കടന്നു, AV നോഡിൽ നിന്നും ബണ്ടിൽ ഓഫ് ഹിസ് ആൻഡ് പർക്കിൻജെ ഫൈബേഴ്സ് വഴി എവിടേക്ക് എത്തും? ഇമ്പൾസ് വെൻട്രിക്കിൾസിലേക്ക് എത്തും. അപ്പൊ ആ കണ്ടക്ഷൻ പാത്വേ അതാണ് വരുന്നത്. SA നോഡിൽ നിന്നും AV നോഡിലോട്ട് വന്നു, AV നോഡിൽ നിന്നും എന്താണ്? ബണ്ടിൽ ഓഫ് ഹിസ് ആൻഡ് പർക്കിൻജെ ഫൈബേഴ്സിലേക്ക് എന്ത് ചെയ്യുന്നു? വരുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? വെൻട്രിക്കിൾസിലേക്ക് ഫോഴ്സ് ഇമ്പൾസ് ഓഫ് കൺട്രാക്ഷൻ എത്തും. അങ്ങനെ വരുന്ന സമയത്ത് ഉണ്ടാവുന്ന വെൻട്രിക്കുലാർ ഡീപോളറൈസേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ഈ QRS കോംപ്ലക്സ് എന്ന് പറയുന്നത്. ആൻഡ് കൺട്രാക്ഷൻ ഓഫ് ദ വെൻട്രിക്കുലാർ മസിൽസ്, വെൻട്രിക്കുലാർ സിസ്റ്റോളി അല്ലെങ്കിൽ വെൻട്രിക്കുലാർ കൺട്രാക്ഷനെയാണ്, വെൻട്രിക്കുലാർ ഡീപോളറൈസേഷൻ ആണ് എന്ത് കാണിക്കുന്നത്? ഈ QRS കോംപ്ലക്സ് കാണിക്കുന്നത്. ഇനി അതിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്ന സമയത്ത് എൻലാർജ്ഡ് Q ആൻഡ് P വേവ് ഇൻഡിക്കേഷൻ ഓഫ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. Q വേവ് എൻലാർജ് ചെയ്യുക, അതായത് ഇവിടെ നമ്മൾ ഡിപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, ആ ഡിപ്പ് കുറച്ചും കൂടി താഴോട്ട് പോയെന്ന് വിചാരിച്ചോ. അതുപോലെ തന്നെ P വേവ് എന്ത് ചെയ്തു? കുറച്ചും കൂടി പീക്ക് ചെയ്തു വിചാരിച്ചു. P വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് കൂടി, അല്ലെങ്കിൽ Q വേവ് കുറച്ചും കൂടി ഡിപ്പ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഇൻഡിക്കേഷൻ ഓഫ് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ. എന്തിന്റെ ഇൻഡിക്കേഷൻ ആണ്? മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ. അപ്പോൾ എൻലാർജ്ഡ് Q ആൻഡ് P വേവ്സ് ഇസ് എൻ ഇൻഡിക്കേഷൻ ഓഫ് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ. ഓക്കെ, ഓക്കെ. ഇനി നമുക്ക് എന്തിനെ കുറിച്ച് നോക്കാം? ST സെഗ്മെന്റിനെ കുറിച്ച് നോക്കാം. ST സെഗ്മെന്റ് ഓർമ്മയുണ്ട് എവിടെയാന്ന് കാണിച്ചു തരാം. ഒരു മിനിറ്റ് ഫിഗർ നോക്കട്ടെ. ST സെഗ്മെന്റ് കണ്ടോ? ഇതാണ്, അതായത് എസ് കഴിഞ്ഞ് QRS കോംപ്ലക്സ് കഴിഞ്ഞ് എന്താണ് നമ്മുടെ T വേവ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഫ്ലാറ്റ് സെഗ്മെന്റ് കണ്ടോ? അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ST സെഗ്മെന്റ് എന്ന് വിളിക്കുന്നത്. എന്താണ്? PRS ഈ ഇത് കഴിഞ്ഞിട്ട് QRS കോംപ്ലക്സ് കഴിഞ്ഞ് T വേവ് തുടങ്ങുന്നതിന് മുമ്പുള്ളതിനെ പറയുന്ന പേരാണ് എന്ത്? ST സെഗ്മെന്റ്. അപ്പൊ എന്താണ് ST സെഗ്മെന്റിൽ സംഭവിക്കുന്നത് നോക്കാം. ST സെഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂറേഷൻ എത്രയാ വരുന്നത്? 0.04 to 0.08 സെക്കൻഡ്സ്. എത്ര ഡ്യൂറേഷൻ വരുന്നത്? 0.04 to 0.08 സെക്കൻഡ്സ് ആണ് ഡ്യൂറേഷൻ. ഇറ്റ്സ് ടൈം ബിറ്റ്വീൻ ദ എൻഡ് ഓഫ് സ്പ്രെഡ് ഓഫ് ഇമ്പൾസ് ത്രൂ ദ വെൻട്രിക്കിൾസ് ആൻഡ് ഇറ്റ്സ് റീപോളറൈസേഷൻ. അപ്പൊ വെൻട്രിക്കിളിൽ എന്ത് സംഭവിച്ചു? അതായത് ഇമ്പൾസ് സ്പ്രെഡ് ചെയ്തു, വെൻട്രിക്കിൾ സിസ്റ്റോളിയിലോട്ട് പോയി വലിയൊരു QRS കോംപ്ലക്സ് ഫോം ചെയ്തു. അതിനുശേഷം എന്തുണ്ടാവും?
വെൻട്രിക്കുലാർ റീപോളറൈസേഷൻ നടക്കും അല്ലേ? അപ്പൊ ആ റീപോളറൈസേഷൻ നടക്കാനായിട്ടുള്ള എൻഡ് ഓഫ് സ്പ്രെഡ് ഓഫ് ഇമ്പൾസ് ത്രൂ ദി വെൻട്രിക്കിൾസ് ആൻഡ് ഇറ്റ്സ് റീപോളറൈസേഷൻ, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എസ് ടി സെഗ്മെന്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എസ് ടി സെഗ്മെന്റ് ബിഗിൻസ് അറ്റ് ദ എൻഡ് ഓഫ് ദ എസ് വേവ് ആൻഡ് ടെർമിനേറ്റ്സ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി ടി വേവ്. ഇറ്റ് ബിഗിൻസ് അറ്റ് ദ ഇറ്റ് ബിഗിൻസ് അറ്റ് ദ എൻഡ് ഓഫ് ദ എസ് വേവ് ആൻഡ് ടെർമിനേറ്റ്സ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ടി വേവ്. അപ്പൊ എന്താണ്? ടൈം ബിറ്റ്വീൻ ദ എൻഡ് ഓഫ് സ്പ്രെഡ് ഓഫ് ഇമ്പൾസ് ത്രൂ ദ വെൻട്രിക്കിൾസ് ആൻഡ് ഇറ്റ്സ് റീപോളറൈസേഷൻ. വെൻട്രിക്കിളുടെ റീപോളറൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. റീപോളറൈസേഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഇമ്പൾസ് സ്പ്രെഡ് ചെയ്ത് ഡീപോളറൈസേഷൻ, അതിൽ വെൻട്രിക്കുലർ കൺട്രാക്ഷൻ കഴിഞ്ഞു. ഈ വെൻട്രിക്കിൾ എന്ത് ചെയ്യാൻ പോവാ? റിലാക്സ് ചെയ്യാൻ പോവാ. അപ്പൊ കൺട്രാക്ഷൻ കഴിഞ്ഞ് റിലാക്സ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഉള്ള ടൈം ഇന്റർവെലിനെയാണ് നമ്മൾ എന്തില് പ്ലോട്ട് ചെയ്യുന്നത്? എസ് ടി സെഗ്മെന്റിൽ പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ എസ് ടി സെഗ്മെന്റിൽ വലിയൊരു ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ MI ഡയഗ്നോസ് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, MI ഡയഗ്നോസ് ചെയ്യുമ്പോൾ എലവേറ്റഡ് എസ് ടി സെഗ്മെന്റ് എലവേറ്റ് ആയി കഴിഞ്ഞാൽ അത് എന്തിനെയാണ് സിഗ്നിഫൈ ചെയ്യുന്നത്? മയോകാർഡിയൽ ഇൻഫ്രാക്ഷനെയും ആൻഡ് ഡിപ്രസ്ഡ് എന്താണ്? അതായത് ഹൈപ്പോക്സിയ. അതായത് ഹാർട്ട് മസിൽസിലേക്ക് ഹൈപ്പോക്സിയ വരുന്ന സമയത്താണ് എന്തുണ്ടാവുന്നത്? എസ് ടി സെഗ്മെന്റ് ഡിപ്രസ്ഡ് ആവുക. എലവേറ്റഡ് ആവുക എപ്പോഴാണ്? മയോകാർഡിയൽ ഇൻഫാക്ഷൻ. എസ് ടി സെഗ്മെന്റ് എലവേറ്റഡ് എന്ന് പറഞ്ഞാൽ മയോകാർഡിയൽ ഇൻഫാക്ഷനും എസ് ടി സെഗ്മെന്റ് ഡിപ്രസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഹാർട്ട് മസിൽസിന് എന്താണ്? ഇൻസഫിഷ്യന്റ് ഓക്സിജൻ സപ്ലൈ ആണ് കിട്ടുന്നതെന്നാണ് അർത്ഥം. എസ് ടി സെഗ്മെന്റ് എന്താണ്? ഡ്യൂറേഷൻ എത്രയാ വരുന്നത്? 0.04 to 0.08 seconds. It's the time between the end of spread of impulse through the ventricles and its repolarization. ST segment begins at the end of the S wave and terminates at the beginning of T wave. Elevated in acute myocardial infarction and depressed in the conditions when heart muscles receive insufficient oxygen. ചെറുതായിട്ട് കട്ടായി പോയിട്ടുണ്ട് സൈഡിലൊക്കെ. ഇതാണ് പറയുന്നത്. അതായത് എലവേറ്റ് ചെയ്യുന്ന എപ്പോഴാണ്? അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫാക്ഷനിലും ഡിപ്രസ്ഡ് ആവുന്ന എപ്പോഴാണ്? ഹാർട്ട് മസിലില് ഹൈപ്പോക്സിയ വരുന്ന സമയത്ത്, വേണ്ട ഓക്സിജൻ സപ്ലൈ വരാത്ത സമയത്തുമാണ് എന്ത് ചെയ്യുന്നത്? ഈ എസ് ടി സെഗ്മെന്റ്. അപ്പൊ എസ് ടി സെഗ്മെന്റ് സിഗ്നിഫിക്കന്റ് ആണ് എന്തില്? MIയുടെ ഡയഗ്നോസിസിൽ. അതുപോലെ തന്നെ എസ് ടി സെഗ്മെന്റിന് സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഏറ്റവും ഇതാണ് ഇലവേഷൻ ഓഫ് എസ് ടി സെഗ്മെന്റ് ആണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് MI വരുന്ന സമയത്ത് ഉള്ള അതിന്റെ ഏറ്റവും വലിയ ഫീച്ചർ ആണ് എന്ത്? എസ് ടി സെഗ്മെന്റിന്റെ ഇലവേഷൻ. പിന്നെ അവസാനം വരുന്നൊരു കുഞ്ഞു വേവ് ഓർമ്മയുണ്ടോ? ഞാൻ ഫിഗർ കാണിച്ചു തരാം. കണ്ടോ? ഒരു ഫ്ലാറ്റ്, ഒരു ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു കൊച്ചു വേവ് ഉണ്ട് അല്ലെ? അതാണ് എന്ത്? നമ്മുടെ ടി വേവ് എന്ന് പറയുന്നത്, ഏറ്റവും അവസാനത്തെ വേവ്. ഓക്കെ, അപ്പൊ അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താ? ഡോം ഷേപ്ഡ്, അതായത് ഒരു നിയർലി ഫ്ലാറ്റൻഡ് വേവ് ആണ് എന്തെന്ന് പറയുന്നത്? ടി വേവ് എന്ന് പറയുന്നത്. ഡ്യൂറേഷൻ വരുന്നത് 0.27 seconds. എത്രയാണ് ഡ്യൂറേഷൻ വരുന്നത്? 0.27 seconds. It represents the ventricular repolarization. അതായത് വെൻട്രിക്കുലർ റീപോളറൈസേഷൻ ആണ് എന്ത് ചെയ്യുന്നത്? വെൻട്രിക്കുലർ റീപോളറൈസേഷൻ അല്ല ടി വേവ് റെപ്രസെന്റ് ചെയ്യുന്നത്. വെൻട്രിക്കുലർ റീപോളറൈസേഷൻ, ദാറ്റ് ഇസ് ദ എൻഡ് ഓഫ് ടി വേവ് മാർക്സ് ദ എൻഡ് ഓഫ് സിസ്റ്റോളി. എൻഡ് ഓഫ് ടി വേവ് എന്താ മാർക്ക് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ദ എൻഡ് ഓഫ് സിസ്റ്റോളി. ഫ്ലാറ്റൻഡ് ആവുന്നത് എപ്പോഴാണ്? അപ്പോൾ ടി വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോം ഷേപ്ഡ് ആണ്. ഇറ്റ് ഈസ് 0.27 seconds ആണ് ഡ്യൂറേഷൻ. ഇറ്റ് റെപ്രസെന്റ്സ് ദി വെൻട്രിക്കുലർ റീപോളറൈസേഷൻ. എൻഡ് ഓഫ് ടി വേവ് മാർക്സ് ദി എൻഡ് ഓഫ് സിസ്റ്റോളി. എൻഡ് ഓഫ് സിസ്റ്റോളി ആണ് എന്ത് മാർക്ക് ചെയ്യുന്നത്? എൻഡ് ഓഫ് ടി വേവ് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ദ ഫ്ലാറ്റൻ വെൻ ദ ഹാർട്ട് മസിൽ റിസീവ് ഇൻസഫിഷ്യന്റ് ഓക്സിജൻ. ഇൻസഫിഷ്യന്റ് ഓക്സിജൻ റിസീവ് ചെയ്യുന്ന സമയത്ത്, അതായത് ഹൈപ്പോക്സിയ വരുന്ന സമയത്ത് ആണ് എന്ത് ചെയ്യുന്നത്? മെയിനായിട്ടും ടി വേവ് ഫ്ലാറ്റൻഡ് ആവുന്നത്. ഓക്കെ, നമുക്കൊന്നും കൂടി നോക്കാം എന്തൊക്കെയാണ്. പി വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോൾ അപ്വേർഡ് വേവ്. Duration is 0.1 seconds. It represents the atrial depolarization which leads to atrial contraction, atrial systole. The impulse of contraction starts from the SA node and spreads through the atria. The impulse of contraction evidence start in the SA node and spreads through the atria. By the deviation, PQ interval lengths during rheumatic heart fever and atherosclerotic heart disease. Okay. And that is the formation of plaques and calcification. എവിടെയാണ് മെയിൻ ആയിട്ടും? കൊറോണറി ആർട്ടറിയിൽ. The reason എന്ന് പറഞ്ഞാൽ inflammation of atria and the AV node. ഇപ്പോൾ PQ interval lengthens during the rheumatic fever and in atherosclerotic heart disease. That is the formation of plaques and calcification. The reason എന്താണ്?
inflammation of atria and the AV node. PR interval or PQ interval and the duration 0.13 to 0.16 second. It's the time taken by the impulse to travel through the atria via AV node. It is conducting tissues. ഈ QRS കോംപ്ലക്സ് എന്താണ്? ഇറ്റ് ബിഗിൻസ് ആസ് എ സ്മോൾ ഡൗൺവേർഡ് ഡിഫ്ലക്ഷൻ ആൻഡ് കണ്ടിന്യൂസ് ആസ് എ ലാർജ് അപ്രൈറ്റ് എന്താണ് ട്രയാങ്കുലർ വേവ്, ദാറ്റ് ഈസ് ആർ വേവ്, ആൻഡ് എൻഡിങ് ഡൗൺവേർഡ്സ് ടുവേർഡ്സ് ദി എസ് വേവ്. അതിന്റെ ഡ്യൂറേഷൻ എത്രയാണ് വരുന്നത്? 0.08 to 0.12 സെക്കൻഡ്. അതിലെന്താ വരുന്നത്? വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ caused by the impulse of contraction from the AV node through the bundle of His and Purkinje fibers and the contraction of the ventricular muscles. Ventricular depolarization ആണ് എന്ത്? QR കോംപ്ലക്സ് സിഗ്നിഫൈ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഡീവിയേഷൻ വരുമ്പോൾ enlarged Q and P waves എന്താണ്? ഇറ്റ്സ് ഇൻഡിക്കേഷൻ ഓഫ് എന്താണ്? മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ. പിന്നെ വരുന്നത് ST സെഗ്മെന്റ് 0.04 to 0.08 സെക്കൻഡ് ആണ് ഡ്യൂറേഷൻ. Time between the end of sprint of impulse through the ventricles and its repolarization. ST segment begins at the end of S wave and terminates at the beginning of the T wave. The elevated in endana acute myocardial infarction and depressed in a condition when the heart muscles receive insufficient oxygen. ഈ T wave എന്ന് പറഞ്ഞ എന്താണ്? ഇറ്റ്സ് എ ഡോം ഷേപ്ഡ് വേവ്. അവരെന്താ ഡോം ഷേപ്ഡ് വേവ് ആണ്. 0.27 സെക്കൻഡ് ആണ്. വെൻട്രിക്കുലർ റീപോളറൈസേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? എന്തിൽ കാണിക്കുന്നത്? ടി വേവില് വരുന്നത്. ദാറ്റ് ഈസ് വെൻട്രിക്കുലർ റിലാക്സേഷൻ. എൻഡ് ഓഫ് ദ ടി വേവ് മാർക്സ് ദ എൻഡ് ഓഫ് സിസ്റ്റോളി. ഫ്ലാറ്റൻ വെൻ ദ ഹാർട്ട് മസിൽ റിസീവ്സ് ഇൻസഫിഷ്യന്റ് ഓക്സിജൻ. വെൻട്രിക്കുലർ റീപോളറൈസേഷൻ, നേരത്തെ ഡീപോളറൈസേഷൻ ആണ് പറഞ്ഞത്. വെൻട്രിക്കുലർ റീപോളറൈസേഷൻ ആണ് ടി വേവ്. QRS ആണ് വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ. ഓക്കെ, അപ്പോൾ ഫ്ലാറ്റൻ വെൻ ദ ഹാർട്ട് മസിൽ റിസീവ് ഇൻസഫിഷ്യന്റ് ഓക്സിജൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇലക്ട്രോകാർഡിയോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഇന്ന് ക്ലാസ് എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും വിചാരിക്കുന്നു. കുറച്ച് എന്താ പറയുക, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ? കാരണം ഞാൻ കാർഡിയാക് സൈക്കിൾ എടുത്തില്ല, അതിനു മുമ്പാണ് ECG എടുത്തത്. അപ്പോൾ കാർഡിയാക് സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മറ്റേ കണ്ടക്ഷൻ പാത്വേസ് ഒക്കെ മനസ്സിലാവും. എന്താണ് SA നോഡ്, എങ്ങനെയാണ് SA നോഡിൽ ഇമ്പൾസ് ജനറേറ്റ് ആവുന്നത്, എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്, എന്താണ് AV നോഡ്, എന്താണ് ബണ്ടിൽ ഓഫ് ഹിസ്, എന്താണ് പർക്കിഞ്ചെ ഫൈബേഴ്സ്, ഇതൊക്കെ മനസ്സിലായി കുറച്ചും കൂടി എന്താണ് നല്ല രീതിക്ക് മനസ്സിലായി. അപ്പം ഞാൻ കാർഡിയാക് സൈക്കിൾ അടുത്തൊരു ഇതായിട്ട് ഇടാം. അപ്പോൾ ഈ എടുത്ത ക്ലാസ് ഒന്നുകൂടി മനസ്സിലാവും. അപ്പോൾ ECG നിങ്ങൾ കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ എന്നെ അറിയിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം, അതായത് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഒരു പോസ്റ്റായിട്ട് ഷെയർ ചെയ്യാം. ECGയുടെ ക്വസ്റ്റ്യൻസ് നേരത്തെ ഇതിൻ്റെ ഇട്ടിട്ടില്ല, സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ്റെ ഇട്ടിട്ടില്ല. അപ്പോൾ അതും ഷെയർ ചെയ്യാം. കുറച്ച് തിരക്കായി പോയതുകൊണ്ടാണ്, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്ന് തിരക്കായി പോയതുകൊണ്ടാണ്. അപ്പോൾ അതും ചെയ്യാം. അപ്പോൾ നിങ്ങൾ അടുത്ത വീഡിയോ കാർഡിയാക് സൈക്കിൾ ഇടാം. അപ്പോൾ കാർഡിയാക് സൈക്കിൾ ഇടുന്നതിന് മുമ്പ് നിങ്ങൾ ECG നന്നായിട്ട് എന്ത് ചെയ്യുക, ഒന്നുകൂടി വീഡിയോ കണ്ടിട്ട് ഒന്നുകൂടി ടെക്സ്റ്റൊക്കെ വായിച്ചിട്ട് ഒന്നുകൂടി കോറിലേറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ എന്ത് ചെയ്യുക, മെൻഷൻ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും നന്നായി പഠിക്കുക, റെസ്റ്റ് എടുക്കുക. ഓക്കെ, ബൈ.